പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജം മിൻഹും. ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ, ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് പായിക്കണ്ട. ദുനിയാവിൽ അല്ലാഹു അമ്പരചുംബികളായ മണിമേടകൾ ചിലർക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ ആളുകൾ അങ്ങനെ ധനികരായ ആളുകളുണ്ട്. നല്ല വീട്, സമ്പാദ്യം, വാഹനം ഒക്കെ അല്ലാഹു കൊടുത്തു, വാരിക്കൊരു കൊടുത്തു. അവനേക്കാൾ കിട്ടൽ ഒരു പക്ഷേ നമുക്കായിരിക്കാം ഏറ്റവും ബന്ധപ്പെട്ടത്. പക്ഷെ എന്തോ പടച്ചറമ്പ് അവന് കൊടുത്തു. അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ വലിയ വിവരമൊന്നും ഉണ്ടാവൂല, പക്ഷെ ആള് ഭയങ്കര സമ്പന്നനായി. അല്ലാഹു കൊടുക്കുന്നതാണ് അങ്ങനെ. ചില ആളുകൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് നിന്റെ കണ്ണ് അവരിലേക്ക് നീട്ടണ്ട. അതിന്റെ അർത്ഥം എന്താ? നീ ദുനിയാവിന്റെ പുറകെ പോകണ്ട. ഖുർആൻ പറയാൻ എന്തിനാണ് അല്ലാഹു അത് അവർക്ക് കൊടുത്തത്? ലിനഫ്തിനഹും ഫീ. അവർക്ക് അല്ലാഹു അത് നൽകിയത് പരീക്ഷണമാണ്, പരീക്ഷണമാണ്. സമ്പത്ത് അവർക്ക് അധികരിക്കുന്നത് ആഖിറത്തിൽ വലിയ പരീക്ഷണമാണ്, പരീക്ഷണമാണ്. അവർക്ക് ആഖിറത്തിൽ അതുകൊണ്ട് തീരാ നഷ്ടമാണ്. പണക്കാരായ ആളുകൾക്ക് അദാബ് കൂടും, മനസ്സിലാക്കണം. നമ്മൾ പണം കിട്ടണേ എന്ന് ഒരിക്കലും ദ്വാരക്കരുത്. എന്താ കാരണം? ദാ ഒരു ഹദീസ് ഇടയിലൊന്ന് ഓതുകയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീൻ ഖബല അൽ അഗ്നിയാഇ ബിനിസ്ഫി നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന് അര ദിവസം മുമ്പ് തന്നെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടതാകുന്ന മുഅ്മിനീങ്ങൾ, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ അവർ സ്വർഗത്തിലേക്ക് കടക്കുമത്രേ. പണക്കാരായ ആളുകളെ വിചാരണ ഇടുന്നതിന് മുമ്പ് അര ദിവസം മുമ്പ് തന്നെ പാവപ്പെട്ടവന്റെ വിചാരണ കഴിഞ്ഞ് പാവപ്പെട്ടവർ മുഴുവനും സ്വർഗത്തിൽ കടക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പണക്കാരായ ആളുകൾക്കല്ല ആദ്യം ഹിസാബ്, ആദ്യം മഹ്ശറിൽ ഹിസാബ് ആരുടെയാണ്? പാവപ്പെട്ടവന്റെ. അതുപോലെ പണക്കാരെന്ത് ചെയ്യണം? ഒന്നുമില്ല, വെയിലുകൊണ്ട് അങ്ങനെ നിൽക്കലേന്, വേറെ പണിയൊന്നുമില്ല. കത്തിച്ചൊരിക്കുന്ന സൂര്യൻ തലയ്ക്ക് മീതെ എങ്ങനെ നിൽക്കാൻ? കത്തിയാളുന്ന നരകം 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകത്തെ നിർത്തിയിരിക്കുന്നു. അവിടെ ഇരുന്ന് ഉരുകി ഉരുകി തീരുക. പാവപ്പെട്ടവരെ വിളിക്കും, വാ വാ വരെ വരെ, നീ മാറിക്ക്. പാവപ്പെട്ടവരെ മാത്രമാണ് വിളിക്കുക. ഹദീസാണ്, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന ഖബല അൽ അഗ്നിയാഇ ബിനിസ്ഫി യൗം. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ പണക്കാരാകുന്ന ആളുകൾക്ക് അര ദിവസം മുമ്പ് സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലെങ്കിൽ അദാബാണ്. അര ദിവസമല്ലേ ഉസ്താദെ, ദിവസമൊക്കെ പെട്ടെന്ന് പോകും. ഞങ്ങളിവിടെ മൊബൈലിനകത്ത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ നോക്കി സമയം കളയുന്നത് തന്നെ ഒരു ദിവസത്തെ നോമ്പൊക്കെ എത്ര ദിവസം ഒരു വിഷയമില്ല. അര ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അര ദിവസം അല്ല, മഹ്ശറിൽ. سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 50,000 വർഷമാണ്. في يوم كان مقداره 50,000 سنة. തലവായിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. ദുനിയായിലെ 50,000 കൊല്ലമാണ്. നാളെ മഹ്ശറിലെ ഒരു ദിവസം എന്ന് പറയുമ്പോ അവിടുത്തെ അര ദിവസം എന്ന് പറയുന്നത് 25,000 വർഷമാ. ദുനിയാവിലെ 25,000 കൊല്ലമാ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എത്ര നാളാ ഇവിടെ ജീവിച്ചത്? 25, 30, 40, 50, 60, 70, മാക്സിമം 100 വർഷം ജീവിച്ചതിന്റെ ഹിസാബിടാൻ
പണക്കാരനായ വ്യക്തി പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടക്കുന്നവരെ കാത്തു നിൽക്കണം, അര ദിവസം സമയമെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അഥവാ 25,000 വർഷം ദുനിയാവിൽ എടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മഹ്ശറിൽ നിൽക്കണം, ചെറിയ കാര്യമല്ല. മഹ്ശറ എന്ന് പറഞ്ഞാൽ 50,000 വർഷമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് വേഗം പോകണോ, അവിടെ നിൽക്കണോ, എന്താ വേണ്ട, വേഗം ഹിസാബ് ഇടണം. അതുകൊണ്ട് എന്ത് ദ്വാരുന്നോണം, പാവപ്പെട്ടവനാക്കണേന്ന് കരുതണം. 3 കാറ്റഗറിയാ ഉള്ളത്. ഒന്ന് ഫക്കീർ, മറ്റൊന്ന് മിസ്കീന്, മൂന്നാമത്തത് ഗനീ. ഇത് പഠിച്ചു വെക്കേണ്ടതാ. ഫക്കീർ എന്ന് പറഞ്ഞാൽ എപ്പോഴും യാചിച്ചുകൊണ്ട് നിൽക്കുക. ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കാം. അതാണ് ഫക്കീർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ കാക്കുമാറാവട്ടെ. വിസലല്ലാലിസ്വതങ്ങൾ വെറുത്ത ഒരു കൂട്ടരാത്. വിസലല്ലാലിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ എപ്പോഴും അതിനെ തൊട്ട് കാവൽ തേടുകയാണ് ഉണ്ടായത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഫാഖാ. അല്ലാഹുവേ, ദാരിദ്ര്യത്തെ തൊട്ട് ഇല്ലായ്മയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എപ്പോഴും ദ്വാരക്ക് തവാഫ് ചെയ്യുന്ന വേളയിൽ വരെ ആ ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഫാഖാ. ഇല്ലായ്മത്തരവും ദാരിദ്ര്യവും വലിയ വിഷയമാണ്. ദാരിദ്ര്യം ഒരു മനുഷ്യനെ കൊണ്ടുപോയി വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. ഒരു പെണ്ണ് വ്യഭിചരിക്കാൻ വരെ കാരണമായി തീരുമെന്ന് വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ അരിയില്ല, പട്ടിണിയാണ്, മുഴുപ്പട്ടിണി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അന്നുള്ള കാര്യം അടുത്ത വക്കത്ത് പോലും കഴിയാനില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാണ്, തുണി അഴിക്കുകയാണ്, വ്യഭിചരിക്കാൻ ഇറങ്ങിത്തിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനെയുള്ള ആളുകളാണ് മതം മാറി ചവിട്ടുന്ന ആളുകൾ. കണ്ടിട്ടില്ലേ ചില ആളുകളെ ഒറ്റച്ചാട്ടാൻ. കാരണം എന്താ, ഈ മതത്തിൽ നിന്നിട്ട് കാര്യമില്ല, വേറെ ഏതെങ്കിലും മതത്തിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ വീട് വെച്ചേരും, കാറ് വെച്ചേരും, പെണ്ണും കിട്ടും, അങ്ങോട്ട് പോകും. അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. രണ്ടാമത്തതാണ് മിസ്കീൻ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ, ദരിദ്രനല്ല, പാവപ്പെട്ടവൻ. അത് നല്ല കാറ്റഗറിയാണ്. അതാണ് നമുക്കൊക്കെ വേണ്ട കാറ്റഗറി എന്ന് പറഞ്ഞാൽ അല്പാൽപ്പം കാര്യങ്ങൾ നടന്നു പോകും. ഇപ്പൊ ഇന്നത്തെ ചുറ്റുപാട്, ഇന്നത്തെ എന്താ വല്ലതും കഴിച്ചിട്ട് നാളെ എന്താ, അല്ലാഹു ആയാലും നാളത്തെ കാര്യം വലിയ നീക്കുപോക്കൊന്നും ഇല്ലാത്ത ആളാണ്. ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകും. അതാണ് മിസ്കീൻ. ഖുർആനിൽ ഈ മിസ്കീന് കൊടുക്കുന്നതിനെയാണ് വല്ലാതെ പ്രേരിപ്പിച്ചത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. മുഅല്ലിമീങ്ങളിലുണ്ട്, മുദരിസീങ്ങളിലുണ്ട്, ആലിമീങ്ങളിലുണ്ട്, ഉമറാക്കളിലുണ്ട്, സാധാരണക്കാരിലുണ്ട്. എല്ലാവരും ഈ മിസ്കീന്റെ അഹ്ലുകാരുണ്ടാവും. അവരാൾക്കാരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ യാചിക്കൊന്നുമില്ല. അവർക്കിപ്പോൾ വീട് വെച്ച് കിട്ടാൻ അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള ആളുകളുണ്ടാവും. കടം കൊണ്ട് വലയാൻ, പക്ഷെ ഒരാളെ മുന്നിൽ പോയി യാചിക്കൂല. അഭിമാനക്ഷതം പൈന്നിട്ട് നിലകൊള്ളും. നമ്മുടെ സമൂഹത്തിൽ 80% അക്കൂട്ടരാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അഥവാ ഇപ്പോൾ ഒരാൾ, ഇപ്പൊ ഞാൻ ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് ഉദാഹരണം പറയാൻ, നമ്മളൊരു 100 റുപ്യ വെച്ച് ഇങ്ങനെ കൊടുക്കാണ്ട് ഇവിടെ, അപ്പൊ അത് വാങ്ങാൻ തയ്യാറാവൂല അയാൾ. ആര് പറയുന്നത്, മിസ്കീനാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടാൽ പോലും, നമ്മുടെ പള്ളിയുടെ വാതിക്ക് ഒരാൾ എന്നിട്ട് ഇങ്ങനെ ദാനധർമ്മം ചെയ്യാം കണ്ടാൽ പോലും അയാൾ വെക്ക് അപ്പുറത്തൂടെ അങ്ങോട്ട് പോകും. മിസ്കീൻ അങ്ങനെയാണ്, മിസ്കീന്റെ സ്വഭാവം അതാണ്. ഫക്കീർ അങ്ങനെയല്ല, നേരത്തെ സൂചിപ്പിച്ച ദരിദ്രൻ അങ്ങനെയല്ല. അവൻ അവിടെ വന്നിട്ട് നേരത്തെ ഇവിടെ 100 റുപ്യ കൊടുക്കുന്നുണ്ടല്ലോ, ഞാൻ അപ്പോഴത്തേക്കും ചെരുപ്പിടാൻ പോയാലും നേകുന്നവർ തീർന്നിട്ടുണ്ടാവും, എന്നാലും ചോദിക്കും. അതാണ് ദരിദ്രൻ എന്ന് പറയുന്നത്. മനസ്സിലായതില്ലേ? മിസ്കീൻ അങ്ങനെയല്ല. മിസ്കീൻ ചോദിക്കില്ല, അയാളങ്ങ് ആ വഴിക്ക് പോകും. അയാളുടെ കയ്യിലോട്ട് ആരെങ്കിലും പൈസ വെച്ചു കൊടുത്താൽ കണ്ണ് രണ്ടും നിറയും. കണ്ണിങ്ങനെ നിറഞ്ഞു തുളുമ്പും. കാരണം അയാൾക്കൊരു ജാള്യതയാണ്, വാങ്ങാതിരിക്കാനും പറ്റൂല, ആവശ്യക്കാരനാണ്. നമ്മൾ രഹസ്യമായിട്ട് കൈവച്ച് ഇങ്ങനെ കൊടുക്കുകയാണ്. ആചാര്യ ഇത് വെച്ചോ, കുഴപ്പമില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അയാളെ മനസ്സ് വിങ്ങി പൊട്ടിയിട്ട് കണ്ണ് രണ്ടും നിറയും. കാരണം മക്കളുണ്ട്, കുടുംബമുണ്ട്, ഒരാൾ നോക്കുന്നില്ല, പ്രയാസത്തിലും പ്രതിസന്ധിയിലാണ്, വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസം നിൽക്കാൻ. അത് കണ്ടറിഞ്ഞിട്ട് ഇയാൾ തന്നതാകുന്ന ഒരു 500 റുപ്യാണ്, അത് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു 1000 റുപ്യാണ്, അത് കണ്ണ് നിറയും. അതാണ് മിസ്കീൻ. നല്ലൊരു മനുഷ്യന്റെ ലക്ഷണമാണ്. അയാൾക്ക് മനസ്സിന് ഭയങ്കര റാഹത്താണ്. അയാൾക്ക് കൊടുക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. അപ്പൊ ഫക്കീറിന് കൊടുക്കണ്ടേ? നിർബന്ധമായിട്ട് കൊടുക്കണം. യാചകന് നീ കൊടുക്കണം. ഒരു കുതിരപ്പുറത്താണ് വന്നതെങ്കിലും കൊടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ നല്ല കമനീയമായൊരു വണ്ടി. അന്ന് കുതിര, ഇന്നിപ്പോ ഒരു വലിയ വാഹനം, ഒരു BMW ഒരാൾ ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയെന്ന് പറയാൻ ഒരു 500 രൂപ എന്ന് പറഞ്ഞ് യാചിച്ചാൽ പോലും ഇവിടെ വണ്ടി നോക്കിയിട്ടുണ്ട്, ഇത്രയും വലിയ കൂടിയ വണ്ടിയിലാണ് വന്നത്. എന്നിട്ട് അവൻ ഏത് വണ്ടിയിൽ വരട്ടെ, വന്ന് യാചിക്കുന്നുണ്ടോ, അമ്മ സായില ഫല തൻഹർ, യാചകനെ വിരട്ടാൻ പാടില്ല, അവനുള്ളത് കൊടുത്തേക്ക് എന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അതേസമയത്ത് മിസ്കീനായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനത്തെ ആളുകളെ കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് പോയി കൊടുക്കണം. കാരണം അഭിമാനത്തിന് ശതം വന്ന് നിൽക്കാണ്, അവർ മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടൂല. അവർക്ക് അങ്ങോട്ട് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്താൽ അത് നമുക്ക് ദുനിയാവിലും ഗുണമാണ്, ആഖിറത്തിലും ഗുണമാണ്. റജബ് എന്ന വാക്കിലെ ജീം എന്ന് പറയുന്നത് ജൂദ്, ധർമ്മത്തെ സൂചിപ്പിക്കുന്നതാണ്. ഈ മാസത്തിൽ ധർമ്മം ചെയ്യലും ഏറ്റവും അഭികാമ്യമായ മാസം കൂടിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ മിസ്കീനെ കുറിച്ച് ഖുർആനിൽ കൂടുതൽ സ്ഥലത്തിൽ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ويطعمون الطعام على حبه مسكينا ويتيما وأسيرا فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. അഭിമാനശതം ഭയന്ന് നിലകൊള്ളുന്നതായ പാവപ്പെട്ട മിസ്കീനിന് നൽകണേ നൽകണേ. വലിയ കൂലിയാണ് കൂലിയാണ്. അപ്പൊ ഫഖീർ, മിസ്കീന്, മൂന്നാമത്തതാണ് വനിയ്. അതാണ് ഇപ്പൊ പറഞ്ഞത്. വനിയാകാൻ ഒരിക്കലും നമ്മൾ നിൽക്കരുത്. മിസ്കീനാകാനാണ് എപ്പോഴും ദ്വാരക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിതിനി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീർ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എന്നെ പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവനായി മരിപ്പിക്കണേ അല്ലാ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ മഹ്ശറയിൽ പുനർജീവിപ്പിക്കണേ അല്ലാ. നമ്മുടെ ദുആവും അതാകണം, നമ്മുടെ ജീവിതവും അതാവണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളേക്ക് വലിയ സൂക്ഷിപ്പൊന്നുമില്ല, കാര്യങ്ങൾ നടന്നു പോയാൽ മതി. കാരണം എന്താ, മറ്റുള്ളതൊന്നും നമുക്ക് അങ്ങോട്ട് ഗുണപ്പെടൂല. ലോട്ടറി അടിച്ചവനൊക്കെ അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്, കച്ചയടിച്ചിട്ടില്ല. ലോട്ടറി അടിച്ച് ആരെങ്കിലും അറിഞ്ഞാൽ തന്നെ അവന്റെ വീട്ടിൽ പിന്നെ ഇത്തിക്കാഫാണ്. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലൊന്നും അല്ല ഇത്തിക്കാഫ്, പിന്നെ അവന്റെ വീട്ടിലാണ്. അപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ലോട്ടറി അടിക്കുന്നവരാരെങ്കിലും മിണ്ടുന്നുണ്ടോ? അക്ഷരം മിണ്ടുന്നില്ല. അടുത്തിരിക്കുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് പോലും പറയില്ല. കാരണം പറഞ്ഞപ്പെട്ട് അവന്റെ വീട്ടിൽ അവന്റെ മയ്യത്ത് നിസ്കരിക്കും. ഉള്ള ബന്ധവും കൂടി പോവാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഓട്ടോ അടിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല, മറിച്ചെന്താ അതിനുവേണ്ടി നിലകൊള്ളണ്ട. അതുകൊണ്ടൊന്നും ഒരു ബറക്കത്തില്ല. പണ്ട് ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നവൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്നവൻ അവന് ഇത് ഇന്നത് കിട്ടി, ലോട്ടറി കിട്ടി, എന്നാലും അവൻ ആ പഴയ പണിക്കേണ്ട പോവാണ്. കാരണം അതിനൊരു ഗുണമില്ല, ഒരു ഖൈറില്ല, ഒരു ബറക്കത്തില്ല. കാലാകാലം ഒരു ശാശ്വതമാകുന്ന ഒരു വരുമാനമായിട്ട് അതിനെ കണക്കാക്കാൻ പറ്റൂല. അത് ഖൈറല്ലാത്ത പണമായതുകൊണ്ടാണ്. ലോട്ടറി അടിക്കുന്ന ആളുകൾ, പലിശയുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന മുസ്ലിമീങ്ങൾ പഠിച്ചു വെച്ചോ, അതുകൊണ്ട് യാതൊരു ഖൈറുമില്ല. ഇന്നല്ലാഹ ഹറമ റിബ, പടച്ച റബ്ബ് പരിപൂർണമായി നിഷിദ്ധമാക്കിയതാണ് പലിശ. അതുമായി ബന്ധപ്പെട്ട ജീവിതം മുസൽമാന് യോജിച്ചതല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ സാമ്പത്തികത്തിന്റെ അച്ചുതണ്ട് തകർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തഴവ എന്ന ഗ്രാമത്തിൻ്റെതാകുന്ന മിക്ക ഭാഗങ്ങളിലും സഹോദരങ്ങൾ മുസ്ലിമീങ്ങൾ ഒരുപാട് ആളുകൾ പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നു എന്ന് ഞാൻ തുറന്നു പറയുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉണ്ട്, ധാരാളം ആളുകളുണ്ട്. രഹസ്യമാണത്, വലിയ പരസ്യമൊന്നുമല്ല. രഹസ്യമായിട്ട് എല്ലാവരും ഇതുമായിട്ട് ഇങ്ങനെ കണക്ഷനുണ്ട്. വലിയ അപകടമാണ്. അതുകൊണ്ട് എന്തായി, സാമ്പത്തിക മേഖലയിൽ അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇന്നല്ലാഹു ഹറമ റിബ, അല്ലാഹു പലിശയെ നിഷിദ്ധമാക്കിയത്. ആ നിഷിദ്ധമാക്കിയ പണം നമ്മുടെ കൈകളിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്നതാകുന്ന ഹലാലായ സമ്പത്ത് കൂടി ഹറാമായി പോയി, ഉള്ളതുകൂടി തകർന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഒന്ന് ശുദ്ധികലശം നടത്തേണ്ട മാസമാണിത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا
ലിനഫ്തിനഹും ഫീഹി. ദുനിയാവിൽ അമ്പരചുംബികളായ മണിമേടകൾ വെച്ചുകൊണ്ട് ഉല്ലസിക്കുന്നതായ ജനങ്ങളെ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് നീട്ടരുതേ, അതിലേക്ക് പോകരുതേ. അവർക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ സമ്പത്തും അവർക്ക് നൽകിയ ആർഭാട ജീവിതവുമൊക്കെ പരീക്ഷണമാണ്, പരീക്ഷണമാണ്. ദുന്യവിയായ ജീവിതം തന്നെ അല്ലാഹു ആഖിറത്തിൽ ആര് കൊയ്തെടുക്കുമെന്നുള്ള പരീക്ഷണത്തിന് അല്ലാഹു നൽകിയതാണ്, നൽകിയതാണ്. വരിസുഖു റബ്ബിക ഖൈറുൻ നിന്റെ റബ്ബ് നിനക്ക് നൽകുന്ന റിസ്ക്, നിന്റെ റബ്ബ് നിനക്കൊരു വീട് നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു വാഹനം നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, ജീവിതത്തിന് സഖിയായി തുണയായി എല്ലാം നിനക്കും ഉയർച്ച അല്ലാഹു നിനക്ക് ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും കരണീയം കേട്ടോ. ഏറ്റവും ശാശ്വതത്വം നിലകൊള്ളുന്നതും അത് തന്നെയാണ്, അത് തന്നെയാണ്. അല്ലാഹു നിനക്ക് സമ്പത്ത് നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശാശ്വതത്വമുള്ളത്. അത് മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, എന്താണ് ആ ശാശ്വതത്വം കിട്ടുന്നതിന് ഉപകരിക്കുന്ന അമല് തൊട്ടുടനെ പറയാ. അതാ ശ്രദ്ധിക്കണേ, അതാ ശ്രദ്ധിക്കേണ്ട വാക്ക്. വഅ്മുർ അഹ്ലക ബിസ്സലാഹ്, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ, നീ നിസ്കരിച്ചാൽ മാത്രം പോരാ, നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, അതിന്റെ മേൽ പരിപൂർണമായി ശമിച്ച് നിൽക്കണേ. വഅ്മുർ, നീ കൽപ്പിക്കണം. ആരോട്? അഹ്ലക, നിന്റെ കുടുംബത്തോട്. ഒരാൾ നിസ്കാരം കണ്ട് കൽപ്പിക്കണമെങ്കിൽ ആ നിസ്കാരം അവനിൽ ഉണ്ടാവണം. അത് ഉറപ്പല്ലേ? അതഅ്മുറൂനന്നാസ ബിൽ ബിർ വതൻസൗന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ മറന്നിട്ടാണോ നാട്ടുകാരോട് ഇത് ഓതുന്നത് എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു നന്മ ചെയ്യണമെങ്കിൽ ആ നന്മ ആരിൽ ഉണ്ടാവണം? നമ്മളിൽ ഉണ്ടാവണം. അപ്പൊ വാപ്പ ഗൃഹനാഥൻ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെങ്കിൽ വാപ്പ നിസ്കരിക്കുന്നവനാവണം, എങ്കിലേ കൽപ്പന വരുള്ളൂ. അതുകൊണ്ട് ഖുർആൻ അത് പറഞ്ഞില്ല. കാരണം അതെന്തായാലും വേണം, സ്വന്തമായി നിസ്കാരം എന്തായാലും വേണം. നിസ്കരിച്ചാൽ മാത്രം പോരാ. നമ്മൾ പള്ളിക്കകത്തിരുന്ന് ഇഅ്തികാഫിരുന്ന് നിസ്കരിച്ചു ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി ഞാൻ ഖത്മ് തീർത്തവനാണ്, ഞാൻ ഖുർആൻ ഓതുന്നവനാണ്, ഞാൻ ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലുന്നവനാണെന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റൂല. നീ രക്ഷകർത്താവാൻ. നിന്റെ പ്രിയപ്പെട്ട മക്കളുടേതാകുന്ന രക്ഷ നിന്റെ കൈകളിലാണ്. അവർക്ക് ദുന്യവിയായ രക്ഷയും കൊടുക്കണം, നരകത്തിൽ നിന്നുള്ള മോചനപത്രവും നീ കൊടുക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നിന്റെ സ്വന്തത്തെയും കാത്തു സംരക്ഷിക്കണം, നിന്റെ കുടുംബത്തെയും നീ കാത്തു സംരക്ഷിക്കണം കത്തിച്ചൊരിക്കുന്ന നരകത്തിൽ നിന്ന് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ നീയും നിന്റെ സ്വന്തത്തെ കാക്കണം, നിന്റെ കുടുംബത്തെയും കാക്കണം. അതിനെന്ത് വേണം? കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അഹ്ലി എന്ന് പറഞ്ഞാൽ ആദ്യ കാറ്റഗറിയിൽ പെട്ടതാരാ? ഭാര്യയാണ്. മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മിക്ക ഭർത്താക്കന്മാര് 180% സ്വന്തം ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കാറില്ല. ശരിയല്ലേ? പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നാസ്ത കാണത്തില്ല, ചോദ്യത്തെ കടയിൽ പോയി കഴിച്ചോളാൻ പറയും, അതുകൊണ്ട് പിന്നെ മിണ്ടത്തില്ല. ആണോ? അങ്ങനെയാണോ? ചില പെണ്ണുങ്ങൾ വല്ലാത്ത കലിപ്പ്. ഭാര്യയോട് പറയാൻ പറ്റൂല, ബാക്കി ആരോടും ലോകത്ത് ഉപദേശിക്കാം, സ്വന്തം ഭാര്യയോട് ഉപദേശിക്കാൻ എല്ലാവർക്കും പ്രശ്നമാണ്. ചിലപ്പോ ഭാര്യയെ നിസ്കരിക്കാൻ വേണ്ടി മക്കളോടൊക്കെ കണ്ണുകടി കാണിക്കും. പള്ളി പോകുന്നില്ല, ഭാര്യയോടെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരു സീരിയലും കണ്ടുകൊണ്ട് കാര്യം ഇപ്പുറം വരെ ഹലാക്ക്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ആണോ? അങ്ങനെയാണോ ഉള്ളത്? എന്നാ പിന്നെ ഏകദേശം തീരുമാനമായി. അല്ലാഹു ബർക്കത്ത് ശരിയുമാറാവട്ടെ. ഭാര്യയോട് പറയുന്നില്ല. അഹിലെന്ന് പറഞ്ഞാൽ ആദ്യം സ്വന്തം ഭാര്യയാണ്. ഇയാലല്ല, അഹിൽ ഇയാൽ എന്നാണ് പറയാ. ഇയാലെന്ന് പറഞ്ഞാൽ മക്കൾ, കുടുംബാദികൾ, അവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇയാലിൽ പെടുക. അഹിലെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യ. ഭാര്യയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഖുർആൻ പറയാൻ കാരണം നിന്റെ ഭാര്യ നിസ്കാരം മുടക്കിയാൽ നീ എത്ര സുജൂദ് ചെയ്താലും അല്ലാഹു നിനക്ക് നൽകാനിരിക്കുന്ന റിസ്ക് പരിപൂർണമായി തടയും. മനസ്സിലായിക്കോ? അല്ലാഹു നിനക്ക് നൽകാനിരിക്കുന്ന റിസ്ക് കിട്ടൂല. തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഇൻ ബിഗൈരി ദിരിൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി, തബഅ അല്ലാഹു ഫീ ഖൽബിഹി.
അകാരണമായി നമസ്കാരത്തെ ഒഴിവാക്കുന്ന മുസൽമാനെ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീല വെക്കുമേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ സമുദായത്തിൽ എത്ര ആളുകളാണ് നമസ്കാരത്തെ ഗൗനിക്കാതെ പോകുന്നത്? എത്രയോ മുസൽമാന്മാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, നിനക്ക് എന്നെന്നും ശാശ്വതമായിട്ട് റിസ്ക് വേണം. നിന്റെ വീടിന്റെ അകത്തലങ്ങളിൽ നീ ഇരുന്നാൽ മതി, നിനക്ക് റിസ്കിന്റെ കവാടങ്ങൾ പറച്ചറപ്പ് തുറന്നു തരുമേ. എന്ത് വേണം? ബാങ്ക് വിളിക്കുന്ന സമയത്ത് അവ്വൽ വഖത്തിൽ നമസ്കരിക്കാൻ നീ പോകുകയും നിന്റെ സ്വന്തം കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഭാര്യയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസല. ഇവിടെയാണ് പഠിക്കേണ്ടത്. മാസമുറ. ഒരു പെണ്ണിന് മാസത്തിൽ എത്ര ദിവസം, ആഴ്ചയിൽ അവൾക്ക് ആർത്തവും ഉണ്ടാകും, അശുദ്ധിയുടെ രക്തമുണ്ടാകും എന്നുള്ളത് മുസൽമാനായ ഒരു പുരുഷൻ പഠിച്ചു വെക്കണം. മുസൽമാൻ പഠിക്കണം. കാരണം എന്തുകൊണ്ടാ? നിസ്കാരം ഉള്ളതുകൊണ്ട്. അല്ലാത്തവർ പഠിക്കണമെന്നില്ല. മുസൽമാന് പഠിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലും. സാധാരണ രീതിയിൽ നീണ്ടുപോയാൽ 6-7 ദിവസം വരെ എത്താം. അതല്ല, അത് കുന്നയും കൂടി പോയാൽ 15 വരെ എത്താം. 15 ദിവസത്തിനപ്പുറത്തേക്ക് പോയാൽ അത് ഇസ്തിഹാലത്താണ്, ബ്ലീഡിംഗ് ആണ്, പോയി ചികിത്സിക്കണം. അപ്പോഴും നമ്മൾ അത് മറ്റേതാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് ഓൾറെഡി വരുന്ന മാസത്തിലുള്ളതെന്ന് പറഞ്ഞിരുന്ന പെണ്ണ് തട്ടിപ്പോകും. അള്ളാഹു ആക്കട്ടെ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെ പറയും, ഇതൊക്കെ സാധാരണ രീതിയിലുള്ള ബേസിക് അറിവാണ്. പണ്ട് മദ്രസയിൽ പഠിച്ചാണ്. അള്ളാഹ് അന്ന് പഠിച്ചൊന്നുമില്ല, അന്ന് മദ്രസേൻ്റെ അടിയും കൊണ്ട് ഇറങ്ങിപ്പോയതല്ലാതെ ഒന്നും പഠിച്ചില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എന്തായാലും ഇനിയെങ്കിലും നല്ല റാഹത്തായിട്ടൊന്ന് ശ്രദ്ധിക്ക്. പഠിച്ചു വെക്കേണ്ട ഒരു അറിവാണ്. 15 ദിവസത്തിൽ ഓവറായി കഴിഞ്ഞാൽ കൊണ്ടുപോയി നോക്കണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. സാധാരണ ഇതിൽ വരിക എന്താണ്? 6-7 ദിവസമാണ്. അപ്പൊ 6-7 ദിവസം ഇവൾക്ക് ഉണ്ടാകുന്ന മാസമുറ അത് കറക്റ്റായിട്ട് നമ്മൾ അറിയണം. ഭർത്താവ് എന്ന നിലയ്ക്ക് അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാതെ മുസല്ലയിലേക്ക് ഒരിക്കാതെ മാറിയിരിക്കാൻ അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഉണ്ടാകും. എന്താ കാരണം എല്ലാ മാസവും 6-7 ദിവസങ്ങൾ അവർക്ക് നിസ്കാരം പരിപൂർണമായി ഒഴിവാകുകയാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിച്ചാൽ ശിക്ഷ കിട്ടുന്നതാണ്. നിസ്കരിക്കേണ്ട, അവർക്കുള്ള ഇളവ് കൊടുത്തിരിക്കുക. ഒരു ചെറിയ രക്തം പുറപ്പെടുന്നതിന് പേരിൽ അള്ളാഹു അവർക്ക് ഇളവ് കൊടുക്കണം. ആലോചിക്കണം. വിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, സ്വതന്ത്ര ഫെമിനിസ്റ്റ് വാദികൾ വാദിക്കുന്നത് എങ്കിൽ ഒരു ചെറിയ രക്തം മാസത്തിൽ പുറപ്പെടുന്നതിന് പേരിൽ അവർക്ക് ഏറ്റവും വലിയ ഭാരമായി അവർ കണക്കാക്കുന്ന നിസ്കാരം പോലും വേണ്ട എന്ന് പരിശുദ്ധ ഇസ്ലാം പറയാൻ റുഖ്സ, ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കൊടുക്കാൻ നമ്മുടെ മതം മനസ്സിലാക്കണം. സ്ത്രീക്ക് എന്നാലും ഞാൻ ഈ യാത്ര കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു അപകടമുണ്ടായി, എന്നെ തല പൊട്ടിത്തെറിച്ച്, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അങ്ങനെ ഒന്ന് സംഭവിച്ചു. ഞാൻ ഹോസ്പിറ്റലൈസ് ചെയ്ത് കിടക്കാൻ. അങ്ങനെ എന്നെ തലയിൽ നിന്ന് രക്തം വാർന്നൊലിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് നിർഗളിച്ച് സുബഹിയുടെ ബാങ്ക് മുഴങ്ങുന്നു. എനിക്ക് ബോധമുണ്ട് എങ്കിൽ പരിശുദ്ധമായി ഇസ്ലാം പറയുന്നു, രക്തം എത്ര കുപ്പി വാർന്നു പോയാലും നീ നിസ്കരിക്കണം. പുരുഷനോട് പരിശുദ്ധമായി ഇസ്ലാമിന്റെ കൽപ്പന അതാണ്. പെണ്ണിനോട് പറയുന്നു, മാസത്തിൽ ഒരു ചെറിയ രക്തം പുറപ്പെട്ടതിന്റെ പേരിൽ പെണ്ണെ 6-7 ദിവസം നീ നിസ്കരിക്കണ്ട. നിസ്കാരം ബാത്തിലാണ്, നിസ്കരിച്ചാൽ ശിക്ഷയാണ്. നിങ്ങൾ അപ്പൊ ഒരാഴ്ച പൂർണ്ണമായി നിസ്കാരമില്ല. സ്വാഭാവികമായി 6-7 ദിവസം തുടർച്ചയായിട്ട് നിസ്കരിക്കാത്തത് കൊണ്ട് തന്നെ ശൈത്താനിയത്തുണ്ടാകും, പൈശാചികത ഉണ്ടാകും. സ്വാഭാവികമാണ്. നിസ്കാരമില്ലല്ലോ, അശുദ്ധിയുടെ സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 8ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നിസ്കരിക്കാം. ഇത് 2 ദിവസം കൂടെ പോട്ടെ. ഇപ്പൊ നാളെ, ഇപ്പൊ ബുധനാഴ്ച, വ്യാഴാഴ്ച രാത്രിക്കാരാ നല്ല ദിവസമാണ്, അന്ന് മുസല്ലയിരിക്കാൻ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നിസ്കാരത്തെ ഇങ്ങനെ പിന്തിക്കുക സ്വാഭാവികമാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ഉണ്ടാവുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഇന്ന് സാദാ സീത ഒരു കുളി കുളിച്ചു, എല്ലാ ദിവസവും ഡെയിലി കുളിക്കുമല്ലോ, ആ രീതിക്കുള്ളൊരു കുളി കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അശുദ്ധിയുടെ ആ രക്തം മുറിഞ്ഞത്. ഉദാഹരണം സ്ത്രീകൾക്ക്. എങ്കിൽ അവൾ വേഗം തന്നെ എന്ത് ചെയ്യണം? 2ാമത് പോയി ശുദ്ധിയുടെ കുളി കുളിക്കണം. ഇതാകുന്ന ശുദ്ധി ആയതിന്റെ പേരിൽ ഒരു കുളിയുണ്ട്, നിർബന്ധമായ കുളി. കുളിച്ചിട്ട് വേഗം തന്നെ ആദ്യത്തെ ആ വക്കത്ത് ദുഹറിന് ശേഷമാണ് ഉണ്ടായതെങ്കിൽ ആ ദുഹറിന്റെ നിസ്കാരം നിർവഹിക്കണം. നിർബന്ധമാണത്. പക്ഷെ ചെയ്യാറുണ്ടോ? ഇല്ല. ചെയ്യാറുള്ളത് തന്നെ ഏതാ? അഥവാ കുളിക്കുകയാണെങ്കിൽ കുളിച്ചിട്ട് വേഗം അസർ നിസ്കരിക്കും. കാരണം തൊട്ട് ശേഷം വരുന്ന നിസ്കരിക്കുള്ളൂ. അങ്ങനെയല്ല, ആ ദുഹർ കൂടി ബാധ്യതയിൽപ്പെട്ടതാണ്. ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ആര് പറഞ്ഞു കൊടുക്കുന്നു? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ അറിയണ്ടേ? മസലകൾ അറിയണ്ടേ? ഈ സമൂഹം ആചരിക്കണ്ടേ? ഒരു കാലഘട്ടത്തിൽ ബഹുമന്യരാകുന്ന തഴവ ഉസ്താദ് അവറുകൾ അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ,
അത്തരത്തിലുള്ള മഹാരഥന്മാർ കൃത്യമായി നമുക്ക് ക്ലാസ് വെച്ച് തന്ന് പള്ളിയുടേതാകുന്ന മിമ്പറിൽ നിന്നുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും ഒഴിവുള്ളതാകുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും നാട്ടുകാരെ വിളിച്ചിരുത്തിക്കൊണ്ട് മഹനീയമാകുന്ന ആത്മീയമായ ക്ലാസ് നൽകിയപ്പോൾ നമുക്കിതിനെക്കുറിച്ചുള്ള വിവരവും അറിവും ഉണ്ടായിരുന്നു. അതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നു. ഇന്ന് അറിവുകൾ കേൾക്കുന്നവർ കുറഞ്ഞുപോയി, എല്ലാം അറിയാം എന്നുള്ള ഒരു ധാരണയിലായിപ്പോയി. അതുകൊണ്ടെല്ലാം പെശകിലായിപ്പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ സമുദായം അറിയണം. അതുകൊണ്ട് സഹോദരിമാര് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, വഅ്മുർ അഹ്ലക്, നിന്റെ കുടുംബത്തോട് ആദ്യമായി കൽപ്പിക്കണം കേട്ടോ. നിസ്കാരത്തെ കുറിച്ച് എപ്പോഴും അവരെ ഉപദേശിക്കണം. നിസ്കരിക്കുന്നില്ലേ? സുബഹിയുടെ സമയത്ത് ഭാര്യയെ വിളിക്കണം ഭർത്താവ് കിടന്നുറങ്ങുകയാണെങ്കിൽ ഭാര്യ വിളിക്കണം. അങ്ങനെ വിളിച്ചുണർത്തിയിട്ട് എഴുന്നേൽക്കാത്തതാകുന്ന ഏതെങ്കിലും ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പരസ്പരം അല്പം വെള്ളം അങ്ങോട്ട് മുഖത്ത് തെളിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്നവർക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നോക്കൂ നിങ്ങൾ, ഒരല്പം വെള്ളം, ഒരു ബക്കറ്റ് ഒഴിച്ചാൽ മിക്കവാറും തലാക്കായിരിക്കും നടക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒരല്പം വെള്ളം കേട്ടോ. വെള്ളം ഒഴിക്കാൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞിട്ട് 2 ബക്കറ്റ് വെള്ളം ഒരു തലയൊഴിക്കുക. തുണി കഴുകാൻ പോലും ഇന്നുവരെ ബക്കറ്റ് വെള്ളം എടുക്കാത്ത ടീംസ് വെള്ളം ഒഴിക്കാൻ വലിയ ഉഷാറ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഉപ്പമാര് ഇത് ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് നമുക്ക് ചിന്ത എന്തെങ്കിലും വെള്ളം തെളിക്കുന്നതിന്റെ മസാല. പിന്നീട് ഹദീസ് നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് അങ്ങനെ തന്നെയാണുള്ളത്. സ്വന്തം ഭാര്യയ്ക്ക് മുഖത്ത് വെള്ളം തെളിക്കുക, അഹ്ലികാരുടെയൊക്കെ മുഖത്ത് വെള്ളം തെളിക്കുക. വെള്ളം ഇങ്ങനെ കൊണ്ടുവന്ന് കപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വാപ്പ ഇങ്ങനെ തെളിക്കും. സുബൈയുടെ സമയത്ത് ഇങ്ങനെ നമ്മുടെ മുഖത്ത് ഉറക്കമാണെങ്കിൽ എല്ലാവരുടെ മുഖത്ത് ഇങ്ങനെ തെളിക്കും. ഹദീസാണത്. ആ വെള്ളത്തിന്റെ ഒരു ഇതുകൊണ്ട് സ്വല്പം ഈർഷ്യക്കേടുണ്ടാവും നമുക്ക്. എങ്കിലും ആ വെള്ളത്തിന്റെ ഇതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരും. അതിനാണത്. വെള്ളം വന്നിങ്ങനെ ചെറുതായിട്ട് മുഖത്ത് വന്ന് തെളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്തിട്ട് എഴുന്നേൽപ്പിക്കുന്നതാകുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വിളിയിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ വെള്ളമൊന്നും വേണ്ട കേട്ടോ. ആദ്യത്തെ വിളിയിൽ തന്നെ എഴുന്നേറ്റ്, എന്നാലും നിങ്ങൾ ഇച്ചിരി നേരം കിടക്കട്ടെ, വെള്ളം ഒന്ന് ഒഴിച്ചോട്ടെ, കാരണം ഈ മസ്ജിദത്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞ് വിത്തിനാക്കാൻ നിൽക്കണ്ട. ഏതായിരുന്നാലും റിസ്ക് വിശാലമാകാൻ ഏറ്റവും ഉപയുക്തമായ അമലാണ് എന്ത്? നിസ്കാരം കൊണ്ടുള്ളതാകുന്ന കൽപ്പന. നിസ്കാരം ഖുർആൻ പറയാൻ, വസ്തബിർ അലൈഹാ, അതിന്റെ മേൽ ക്ഷമിച്ച് നിങ്ങൾ നിൽക്കണേ. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് നാം റിസ്ഖിനെ തേടുന്നില്ല കേട്ടോ. ഒരാളോടും അല്ലാഹു റിസ്ഖിനെ തേടുന്നില്ല. അല്ലാഹുവിന് നിങ്ങളാണ് റിസ്ഖ് വേണ്ട. നിങ്ങൾ ആരെങ്കിലും നെയ്യഭിഷേകമോ പാലഭിഷേകമോ ഒന്നും അല്ലാഹുക്ക് വേണ്ട. അല്ലാഹുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിസ്കരിച്ചാൽ മതി 5 വഖത്ത് നിസ്കാരം. അങ്ങനെ നിർവഹിച്ചാലോ, നഹ്നു നർസുഖുക്, അല്ലാഹു പറയാൻ, നാം നിങ്ങൾക്ക് റിസ്ഖ് നൽകും. അല്ലാഹു പറയാൻ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം നിങ്ങൾക്ക് റിസ്ഖ് നൽകും. അത് പരീക്ഷിച്ചു നോക്കിയേ. 5 വഖത്ത് നിസ്കാരം മുറ പോലെ നിസ്കരിക്കുകയും കുടുംബത്തെ കൊണ്ട് നിസ്കരിപ്പിക്കുകയും ചെയ്യുന്ന ഒരൊറ്റൊരുത്തരും പട്ടിണി കിടക്കുകയില്ല. എവിടുന്നെങ്കിലും ഭക്ഷണം അല്ലാഹു തരും, ഉറപ്പാണ്. ഖുർആനാ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞ അപ്പുറത്തോട്ട് വേറെ വല്ലതും വേണോ? ഖുർആൻ കാലികമാണ്, നൂതനമാണ്, ഏത് കാലഘട്ടത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രന്ഥമാണ്. നമ്മൾ തഖ്വ വെച്ച് വേണം ചെയ്യാൻ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഒരു നിസ്കാരവും മുടക്കരുത്. കുടുംബത്തെ കൊണ്ട് എല്ലാവരെ കൊണ്ടും അവ്വൽ വഖത്തിൽ നിസ്കരിപ്പിക്കണം. അങ്ങനെ ഒരു ശീലം തുടങ്ങി വെക്കേണ്ട ഒരു മാസം കൂടിയാണ് ഈ മാസം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിന് ഏറ്റവും പറ്റുന്ന ഒരു മാസമാണ്. പള്ളിയിലേക്കൊക്കെ നേരത്തെ തന്നെ പോകണം. പള്ളിയിലേക്ക് വദു എടുത്തുകൊണ്ട് പോകൽ തന്നെ പുണ്യമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തതഖറ മിൻ ബൈതിഹി സുമ്മ ഖറജ ഇലൽ മുസല്ലാ ലിയഖളിയ ഫരീളതൻ മിൻ ഫറായിദില്ലാഹ് كانت خطواته إحداهما تحط خطايا والأخرى ترفع درجتا. ആരെങ്കിലും വീട്ടിൽ നിന്ന് ഒളിവെടുത്തുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതായ സഹോദരങ്ങളുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനേ, നിനക്ക് കിട്ടുന്ന കൂലി ചെറുതല്ല. ഒരു ചുവട് വെക്കുമ്പോൾ അല്ലാഹു നിന്നെ ദറജ ഉയർത്തുകയാണ്. അടുത്ത കാൽവെപ്പ് വെക്കുമ്പോ അല്ലാഹു നിന്റെ പാപം പുറത്തു നൽകുമേ എന്നും നബിയുനാ റസൂലുള്ളാഹി.
പള്ളിയിൽ ചെന്നിട്ടല്ല ഒളൂ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ എടുക്കുക. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂരിൻ വമംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. 3 പ്രാവശ്യം വീതം തലതടവലും കൈതടവലും കൈ കഴുകലും തലതടവലും ചെവി തടവലും കഴുകലും ഒക്കെ സുന്നത്താണ്. തടവപ്പെടേണ്ട അവയവങ്ങൾ തടവലും കഴുകപ്പെടേണ്ട അവയവങ്ങൾ കഴുകലും ഒക്കെ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്ത്. അതിനേക്കാൾ കൂടുതൽ 1 പ്രാവശ്യം നിന്റെ സ്വന്തം പണം മുടക്കിയിട്ടാണെങ്കിൽ പോലും, നീ തന്നെ പൈസ മുടക്കിയിട്ട് കിണർ കുഴിച്ചു, നീ തന്നെ 10-15,000 രൂപ കൊടുത്തൊരു മോട്ടോർ വാങ്ങിച്ചു, ഒരു വലിയതാകുന്ന ടാങ്ക് ഫിറ്റ് ചെയ്തു, അതിലേക്ക് മോട്ടോർ മുഖേന കണക്ഷൻ വെച്ചിട്ട് വെള്ളമടിച്ചു, പൈപ്പ് മുഖേന വീടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് നീ ഒതുവെടുത്താൽ പോലും 4ാമത്തെ പ്രാവശ്യം നീ എടുക്കുന്നതാകുന്ന വെള്ളം അനാവശ്യമായിട്ടാണെങ്കിൽ തൂർത്താണ് എങ്കിൽ അത് കറാഹത്താണ്. അത് പള്ളിയുടേതാകുന്ന സ്വത്താണ് എങ്കിൽ 4ാമത്തെ പ്രാവശ്യം നീ തല തടവുന്നത്, കൈ കഴുകുന്നത്, 4ാമത്തെ പ്രാവശ്യം എടുക്കുന്ന വെള്ളം അത് ഹറാമാണ്, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മനസ്സിലാകുന്നുണ്ടോ? മസല മാറി മനസ്സിലായോ? 3 വട്ടം എടുക്കുന്നത് ഓക്കെ, 4ാമത്തെ പ്രാവശ്യം എടുക്കൽ വീട്ടിലേതാണെങ്കിൽ കറാഹത്ത്. നിന്റെ സ്വന്തം പൈസ മുടക്കിയിട്ട ഉസ്താദ് മാസവരിയുടെ കാര്യമൊന്നും പറയണ്ട. അല്ലാഹു കാക്കട്ടെ. ആസവരി 300 അല്ല 100 രൂപ കൊടുത്തിട്ട് 700 രൂപയുടെ വെള്ളം തലവഴി പാർന്നുകൊണ്ട് പോവാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിലർ ചെറിയ ലക്സിന്റെ സോപ്പ് കിട്ടും, അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ പള്ളിയുടെ ഇവിടെ ഒത്തിച്ച് വെച്ചിട്ട് തല കഴുകുക അവിടെ ഇരുന്നിട്ട്, കാര്യമായിട്ട് കുളിച്ചിട്ടേ പോവുള്ളൂ. ചിലർ ഹവായി ചെരുപ്പ് കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ട് തേച്ച് കഴുകുക. എവിടെ? പള്ളിയുടെ നല്ല റാഹത്തുണ്ടല്ലോ, സുഖമായിട്ട്. വീട്ടിൽ ഉള്ളകത്ത് പെണ്ണുങ്ങൾ ഓടിക്കും, ഇവിടെ വന്നിട്ട് മൊത്തം കഴുകി കുട്ടപ്പനാക്കിയിട്ടോ പോകും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കണം, ഇതൊക്കെ ഹിസാബിടൂലേ, നിസാരമല്ല വിഷയമല്ല. 3 പ്രാവശ്യത്തിൽ കൂടുതൽ 4ാമത്തെ പ്രാവശ്യം എടുക്കുന്നത് തന്നെ വദൂഇന് വേണ്ടി തന്നെ എടുക്കുന്നത് കറാഹത്ത്. 4ാമത്തെ പ്രാവശ്യം പള്ളിയിലെ വെള്ളമാണ് എങ്കിൽ അത് ഹറാം. ഈ സമുദായം എന്തുകൊണ്ട് അറിയുന്നില്ല, പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ചിലരുണ്ട് കുളിക്കാൻ കയറിയ പെണ്ണുങ്ങളൊക്കെ അല്ലാ, പിന്നെ ഒരു 3 മണിക്കൂർ വേസ്റ്റാണ്. എത്ര വെള്ളമാണ് വേസ്റ്റ് ആക്കുന്നത്? പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ചേക്കുക, ഷവറും തുറന്നു വെച്ച വെള്ളം ഇങ്ങനെ കളയുക. ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان للإنسان كفورا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വലാ തുബദ്ദിറ തബ്ദീറാ, നിങ്ങൾ ധൂർത്തും ദുർവ്യയവും ചെയ്യരുതേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, തീർച്ചയായും ധൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാ വിഷയത്തിലും, വെള്ളം മാത്രമല്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ അടുക്കലിലൂടെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു പോയി, മസ്സറഫു യാ സഅദു, സഅദേ, എന്ത് വലിയ ധൂർത്താണ് നിന്റെ ജീവിതത്തിൽ നടത്തുന്നത്, ഇത് പാടില്ല, പാടില്ല. സഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, അഫിൽ വുളൂഇ ഇസ്റാഫുൻ യാ റസൂലല്ലാഹ്, വുളൂ എടുക്കുന്ന വെള്ളത്തിലും ഇസ്റാഫ് ഉണ്ടോ റസൂലേ? ഞാൻ വുളൂ ചെയ്യുകയല്ലേ ഹബീബേ. വുളൂഎടുക്കല്ലേ, ഇബാദത്തിന് വേണ്ടി ഒതുവെടുക്കുന്ന വിഷയത്തിൽ ഇസ്റാഫോ? അത് വല്ലാത്തൊരു മസലയാണല്ലോ. ഒതുവെടുക്കുമ്പോ ആർക്കെടുക്കാം? അള്ളാഹു ഒരു ഇബാദത്ത് എടുക്കാൻ വേണ്ടി. അപ്പൊ നല്ല വൃത്തി വേണ്ടേ? അപ്പൊ എന്നാ കുറച്ച് കൂടുതൽ വെള്ളം ഉപയോഗിക്കല്ലേ വേണ്ട നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരിച്ചു ചോദിച്ചു. അഫിൽ വുളൂഇ ഇസ്റാഫുൻ, ഒതുവെടുക്കുന്ന വെള്ളത്തിലും ദുർത്തോ? അത് അങ്ങനെ പറഞ്ഞത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നഅം, ഉണ്ട് കേട്ടോ. വഇൻ കുൻത ലാ നഹരിൻ ജാരിൻ, നിറഞ്ഞ കവിഞ്ഞൊഴുകുന്നതായ നദിയുടെ തീരത്തിരുന്നുകൊണ്ട് നീ ഒതുവെടുത്താൽ പോലും 3ാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് 4ാമത്തെ പ്രാവശ്യം എടുക്കുന്ന വെള്ളമില്ലേ, അത് ധൂർത്താണ് സഅദേ എന്ന് നബിയുനാ റസൂലുള്ളാഹി.
എത്ര സമ്പത്താണ് ഈ സമൂഹം ദൂർത്തടിച്ചത്, എത്ര സിനിമാ പാട്ടുകൾക്ക് വേണ്ടി ചെലവഴിച്ചവരാണ്, ഏതെല്ലാം സിനിമാ കാസറ്റുകൾ വാങ്ങി വീട് നിറച്ചവരാണ്, ഏതെല്ലാം മോശപ്പെട്ട സിനിമകൾ കണ്ടു തീർത്തവരാ, ഏതെല്ലാം മോശപ്പെട്ട തലത്തിലേക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ സമ്പത്ത് നാം ചെലവഴിച്ചവരാ. എന്തിനൊക്കെ ചെലവഴിച്ചു? ആഖിറത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവഴിച്ചോ? ചിന്തിക്കുന്ന സഹോദരൻ.